ഹായ്, ഐ ആം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സാറ്റർഡേ ആണ്, അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ആൻഡ് കോൺടെക്സ്റ്റ് പേജ് OPED ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ പേജ് ഒന്നും ഹിന്ദുവിൽ ഇല്ലാത്ത ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സാറ്റർഡേ സൺഡേ ഒരു കാഷ്വൽ റീഡിംഗ് പോലെയാണ് ഹിന്ദു. അപ്പൊ എന്തായാലും നമുക്ക് അത്യാവശ്യമുള്ള കുറെ ന്യൂസുകളുണ്ട്. കാഷ്വൽ റീഡിംഗ് ഒന്നും അല്ല, എന്നാലും പൊതുവെ ഈ ആർട്ടിക്കിൾസ് കുറവാണല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അപ്പോ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് എ വോബ്ലി വാക്ക് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഡിറ്റോറിയലാണ്, കാരണം അത് ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഡിറ്റോറിയലാണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ അപ്പോ എ വോബ്ലി വാക്ക്. സെക്കൻഡ് എഡിറ്റോറിയൽ അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, എന്നാലും നമ്മൾ ഡിസ്കസ് ഇമ്പോർട്ടന്റ് ആണ്. അതിലൊരു സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, റോഡ് ആക്സിഡന്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് എഡിറ്റോറിയൽ പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് എഡിറ്റോറിയൽ നരേന്ദ്രമോദി റഷ്യ വിസിറ്റ് ചെയ്തു. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എഡിറ്റോറിയലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനോ അത് വായിച്ച് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ ഒരു ഡിഫിക്കൽട്ടി ഇല്ല. പക്ഷെ സ്റ്റിൽ ഐ വിൽ explain a little bit about this editorial. First of all, ഈ ഇതില് നരേന്ദ്രമോദി അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ ബൈലാറ്ററൽ സമ്മിറ്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് നടത്തിയപ്പോൾ അതിന് കൊടുത്ത ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത്, ദിസ് ഈസ് ജസ്റ്റ് എ ബൈലാറ്ററൽ വിസിറ്റ് ആൻഡ് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് നാറ്റോ ഓർ എനി അതർ കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻസ് ഓർ റഷ്യ യുക്രൈൻ വാർ. അത് അത്തരത്തിലുള്ള ഒപ്റ്റിക്സുമായിട്ടൊന്നും ഇതിന് യാതൊരു ബന്ധവുമില്ല. ദിസ് ഈസ് ജസ്റ്റ് പ്യൂർലി എ ബൈലാറ്ററൽ സമ്മിറ്റ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ബൈലാറ്ററൽ സമ്മിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഗ്ലോബലി ഒരു പക്ഷേ ലാസ്റ്റ് വീക്കില് ലോകം ഏറ്റവും ശ്രദ്ധിച്ച മീറ്റിംഗ് ഇതായിരുന്നു എന്നാണ് പൊതുവെ എല്ലാ ഫോറിൻ അഫയേഴ്സ് എക്സ്പേർട്ടുകളും പറയുന്നത്. ഈവൻ നാറ്റോയുടെ സമ്മിറ്റ്, നാറ്റോ 75th ആനിവേഴ്സറി, നാറ്റോ ഫോർമേഷന്റെ 75th ആനിവേഴ്സറി US വാഷിംഗ്ടണിൽ വെച്ച് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നു. അതിൽ നാറ്റോയിലെ മെമ്പർ അല്ലാത്ത യുക്രൈന്റെ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി പങ്കെടുക്കുന്നു. നാറ്റോ ഏതാണ്ട് 50 ബില്യൺ പൗണ്ടിന്റെ എയ്ഡ് യുക്രൈന് ഡിക്ലെയർ ചെയ്യുന്നു. പക്ഷെ അതൊന്നും അല്ല ഗ്ലോബലി കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഈ സമ്മിറ്റ് നടക്കുന്ന അതേ സമയത്ത് ഈ സമ്മിറ്റിന്റെ ഒരു എയിം വാസ് ടു show the world that Russia is purely isolated, Vladimir Putin is purely totally isolated എന്നായിരുന്നു. പക്ഷേ ലോകത്തിലെ ലാർജസ്റ്റ് ഡെമോക്രസി, വേൾഡ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ലീഡേഴ്സ്, ഇതേ ദിവസം ഇതേ സമയത്ത് വ്ളാഡിമിർ പുടിൻ അവിടെ പോയി കണ്ടിട്ട് അദ്ദേഹത്തിനെ ആശ്ലേഷിക്കുകയാണ്. ഒരുപാട് വീഡിയോസിലും എല്ലാം അതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ഒറ്റപ്പെടുത്തൽ എന്ന് പറയുന്ന ഒരു മെസ്സേജ് നാറ്റോ വേൾഡിന് കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതേ സമയത്ത് ഇന്ത്യ ചെയ്തത് റഷ്യയെ ആശ്ലേഷിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ മോഡിക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഇറക്കി. ഒപ്പം തന്നെ എറിക് ഗാർഷെട്ടി എന്ന് പറയുന്ന US അംബാസഡർ ടു ഇന്ത്യയും വളരെ ശക്തമായിട്ട് ഡയറക്ട് ക്രിറ്റിസിസം ചെയ്തതൊക്കെ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ആയിരുന്നു. എറിക് ഗാർഷെറ്റിയൊക്കെ സ്ട്രാറ്റജിക് ഓട്ടോണമിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യ ചെയ്യുന്നതെങ്കിലും ഇത്തരത്തിലുള്ള ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് അത്തരത്തിലുള്ള സ്ട്രാറ്റജിക് ഓട്ടോണമിക്ക് പ്രാധാന്യമില്ലെന്നുള്ള രീതിയിലൊക്കെ പ്രസ്താവനകൾ ഇറക്കി. ആൻഡ് US ഷുഡ് നോട്ട് ബി ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇവരുടെയൊക്കെ പ്രസ്താവനകളിൽ ഉണ്ടായിരുന്നു. അപ്പോ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ. അപ്പൊ വേൾഡ് എങ്ങനെയാണ് കണ്ടത്? വേൾഡ് എന്ന് വെച്ചാൽ യൂറോപ്പും അമേരിക്കയും മാത്രമല്ല വേൾഡ് എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ മറ്റ് വേൾഡിലെ രാജ്യങ്ങളെല്ലാം റഷ്യയുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നവരാണ്. അപ്പോ എന്തായാലും ഇവര് ഈ വെസ്റ്റേൺ സൈഡ് ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഈ മീറ്റിങ്ങിനെ കണ്ടത്. പക്ഷെ ഇന്ത്യക്ക് ഈ മീറ്റിംഗ് കൊണ്ട് എന്ത് നേട്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പിന്നീട് ഈ എഡിറ്റോറിയലിനകത്ത് അത് ചില ലൈനുകളിൽ കൂടെ അത് വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യക്ക് ഒബ്വിയസ്ലി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി. ഒരു നേട്ടം എന്ന് പറയുന്നത് റഷ്യ പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ മെയിൻ അഡ്വേഴ്സറി ആയിട്ടുള്ള ചൈനയുടെ സൈഡിലേക്ക് പോയി ചൈനയുടെ ഒരു പാർട്ട്ണർ കൺട്രി ആയിട്ട് മാറാതിരിക്കാൻ ഇന്ത്യക്ക് ഈ ഒരു മീറ്റിംഗ് വഴി അല്ലെങ്കിൽ ഈ ഒരു വിസിറ്റ് വഴി കഴിഞ്ഞു. കാരണം ഇന്ത്യ റഷ്യ റിലേഷൻഷിപ്പ് ഇടയ്ക്ക് വെച്ചൊന്ന് സ്ലൈഡ് ആയി പോയതായിരുന്നു. ആഫ്റ്റർ 2021 there was no meeting between Putin and Modi and there was no bilateral summit between India and Russia during the last 3 years. അപ്പോൾ ആ ഒരു പ്രോബ്ലം കറക്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട എഗ്രിമെന്റുകളൊക്കെ സൈൻ ചെയ്തു. ഡിഫൻസ് സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെന്റ്സ് സൈൻ ചെയ്തില്ല. ഓൾറെഡി ഡിഫൻസ് സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ട എഗ്രിമെന്റ്സ് സൈൻ ചെയ്തതിൽ നമുക്ക് വെസ്റ്റേൺ സാങ്ഷൻസ് ഒക്കെ കൊണ്ട് കുറച്ച് കാലതാമസം ഉണ്ടാകുന്നുണ്ട് അവരുടെ ആയുധങ്ങളുടെ സപ്ലൈക്ക്. അതൊക്കെ ഫാസ്റ്റർ ആക്കാൻ വേണ്ടി ഇന്ത്യ റഷ്യയോട് ആവശ്യപ്പെട്ടതല്ലാതെ പുതിയ
ഡിഫൻസ് ഡീലുകളൊന്നും സൈൻ ചെയ്യാനതിന്റെ കാരണം വീണ്ടും വെസ്റ്റേൺ നേഷൻസിനെ ആന്റഗണൈസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാണ്. കാരണം അവർ കൂടുതൽ അപ്പോൾ പ്രകോപിതരാകും നമ്മൾ ഈ ആയുധ കച്ചവടമൊക്കെ റഷ്യയായിട്ട് ഇപ്പോൾ സൈൻ ചെയ്യാൻ പോയാൽ. പക്ഷേ $100 ബില്യൺ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കച്ചവടം ഇൻക്രീസ് ചെയ്യാൻ തീരുമാനിച്ചതാണ് മെയിൻ ആയിട്ടുള്ള ഒരു തീരുമാനം. $100 ബില്യൺ. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ ഡിഫിക്കൽട്ട് ടാസ്ക് ഫോർ ഇന്ത്യ ആൻഡ് റഷ്യ ബിക്കോസ് ഓൾറെഡി it has touched around $64 billion bilateral trade between India and Russia because of the fact that India is buying a lot of Russian oil at a discounted rate after the start of Russia-Ukraine war. ഇന്ത്യ ഡിസ്കൗണ്ടഡ് റേറ്റിൽ റഷ്യയുടെ കയ്യിൽ നിന്നാണ് ഏറ്റവും ഇന്ത്യക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ അത്രയും വാങ്ങുന്നവരെന്ന്. അപ്പോൾ $64 ബില്യൺ ഓൾറെഡി ആയി നമ്മളുടെ ട്രേഡ്. 2030 കൂടിയാണ് $100 ബില്യൺ ട്രേഡ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് മിക്കവാറും നെക്സ്റ്റ് 2 to 3 years തന്നെ അത് അച്ചീവ് ചെയ്യും. 2030 ആവേണ്ടി വരില്ല. പിന്നെ റഷ്യയുടെയും ഇന്ത്യയുടെയും ഇടയിൽ നടക്കുന്ന ട്രേഡ് നമ്മളുടെ ലോക്കൽ കറൻസിയിലാക്കാൻ തീരുമാനിച്ചു. വൈ? Because of the Western sanctions, Russia was not able to get the settlement amount in dollar. അപ്പോൾ അതുകൊണ്ട് ലോക്കൽ കറൻസിയിലാക്കാൻ തീരുമാനിച്ചു. പിന്നെ ന്യൂക്ലിയർ എനർജി സെക്ടറിലും ഡിഫൻസ് സെക്ടറിലും ഒക്കെ ഉള്ള ആ കോഓപ്പറേഷൻ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടു തീരുമാനിച്ചു. അതൊക്കെ തന്നെയാണ്. പിന്നെ മോഡിക്ക് റഷ്യയുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണറായ ദ ഓർഡർ ഓഫ് ദ സെന്റ് ആൻഡ്രൂസ് ദ അപ്പോസ്തല് എന്ന് പറയുന്ന റഷ്യയുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ കൊടുത്തു. ഇതൊക്കെയാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബയലാറ്ററൽ മീറ്റിംഗിൽ സംഭവിച്ച കാര്യങ്ങൾ. എന്തായാലും നമ്മൾ പറയുന്നത് ഇതൊരു പ്യൂർലി സ്ട്രാറ്റജിക് ഓട്ടോണമിയുടെ ഭാഗമായിട്ട് ഒരു ബയലാറ്ററൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണാനാണ് നമ്മൾ ലോകത്തോട് പറയുന്നതെങ്കിലും വെസ്റ്റേൺ കൺട്രീസ് അങ്ങനെയല്ല കാണുന്നത് എന്നൊരു മെസ്സേജ് ഇതിനകത്ത് ഉണ്ട്. ഓക്കെ, ഇതാണ് മെയിൻലി ഈ എഡിറ്റോറിയൽ പറയുന്നത്. പിന്നെ മോഡി ഈ അവസാനം റഷ്യൻ പ്രസിഡന്റിനോട് ഈ ഒരിക്കലും യുദ്ധം കൊണ്ടൊന്നും നേടാൻ പറ്റത്തില്ല, ഈ കാലഘട്ടം യുദ്ധത്തിൻ്റെതല്ല എന്നൊക്കെ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. അതൊക്കെ വലിയ പ്രാധാന്യത്തോടെ മീഡിയാസ് എല്ലാം പബ്ലിഷ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം പോകുന്ന വിയന്നയിലേക്കാണ്. വിയന്ന എന്ന് പറയുന്ന കൺട്രിക്ക് പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് വിയന്ന തന്നെ ചൂസ് ചെയ്യുന്നതിന്റെ കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട്. വിയന്ന 41 yearsന് ശേഷമാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വിയന്ന വിസിറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടല്ല അതിന് പ്രാധാന്യം. വിയന്ന ഈ മിക്കവാറും വെസ്റ്റേൺ കൺട്രീസിലെ പ്രധാനപ്പെട്ട യൂറോപ്യൻ നേഷൻസ് എല്ലാം US-നൊക്കെ ഒപ്പം നിന്ന് അല്ലെങ്കിൽ നാറ്റോ കൺട്രീസിനൊപ്പം നിന്ന് റഷ്യക്ക് അഗേൻസ്റ്റ് ആയിട്ട് സാങ്ഷൻസ് ഏർപ്പെടുത്തി റഷ്യക്ക് അഗേൻസ്റ്റ് ആയിട്ട് നിന്നുകൊണ്ട് റഷ്യ ഐസൊലേറ്റ് ചെയ്യുന്ന ഈ വേളയിൽ വിയന്ന അല്ലെങ്കിൽ ഓസ്ട്രിയ എന്ന് പറയുന്ന കൺട്രി, വിയന്ന ഓസ്ട്രിയയുടെ ക്യാപിറ്റലാണ്, അവർ പക്ക ഇമ്പാർഷ്യൽ കൺട്രിയാണ്. ദേ ആർ മെയിൻറ്റെയിനിങ് എ കോഡിയൽ റിലേഷൻഷിപ്പ് വിത്ത് റഷ്യ ഓൾസോ. അപ്പോൾ മോഡി അതുവഴി ഒരു മെസ്സേജാണ് കൊടുക്കാൻ തീരുമാനിച്ചത്. നമുക്ക് ഈ നമ്മളുടെ ഒരു എന്താ പറയുന്ന ആരോടും അലൈൻ ചെയ്യാത്ത നമ്മളുടെ ഫോറിൻ പോളിസിയുടെ ഭാഗമായിട്ടാണ് നമ്മളുടെ റഷ്യ വിസിറ്റ്. അതുപോലെ റഷ്യയോടും ഇക്വി ഡിസ്റ്റൻസ് പുലർത്തുന്ന ആ ഒരു ഓസ്ട്രിയയെ നമ്മൾ വിസിറ്റ് ചെയ്യുന്നതോടുകൂടി ആ ഒരു മെസ്സേജ് കൂടുതൽ വേൾഡിന് ക്ലിയർ ആവുമെന്നൊക്കെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ അമേരിക്കയ്ക്കും വെസ്റ്റേൺ നേഷൻസിനും മറ്റുള്ളവർക്കൊന്നും ഇന്ത്യയെ ഡിക്റ്റേറ്റ് ചെയ്യാൻ ഇതിനൊന്നും വലിയ അവകാശമല്ല. കാരണം ഇന്ത്യ നെഹ്റുവിന്റെ പീരീഡ് തൊട്ടേ നോൺ അലൈൻമെന്റ് മൂവ്മെന്റുമായിട്ട് മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. ഒരു കാലഘട്ടത്തിലെ കോൾഡ് വാർ പീരീഡിൽ പോലും ഇന്ത്യ ഒരു ഗ്ലോബൽ ഇഷ്യൂസിലും ഇന്ത്യ സൈഡ് പിടിച്ചിട്ടില്ല. ഒരു സോവിയറ്റ് യൂണിയനോട് ഇന്ത്യക്ക് ഒരു അനുഭാവം കൂടുതൽ ഉണ്ടായിരുന്നെങ്കിലും അപ്പൊ അത്തരത്തിലുള്ള രാജ്യത്തിന് ഈ പറഞ്ഞ G7 നേഷൻസിന്റെയോ അല്ലെങ്കിൽ നാറ്റോ നേഷൻസിന്റെയോ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ അവരുടേതായ ഒരു ലൈനിലേക്ക് സഞ്ചരിക്കണമെന്ന് നടക്കുന്ന കാര്യമല്ല. അത് നമ്മളിതുവഴി ബോധ്യപ്പെടുത്തിയ കാര്യം. അമേരിക്കയൊക്കെ പല സന്ദർഭങ്ങളിൽ ഇന്ത്യക്ക് ഈയിടയ്ക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഫ്രണ്ടും ഇന്ത്യയുടെ ഏറ്റവും ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമായ ബംഗ്ലാദേശിന് അവിടുത്തെ പുതിയ പ്രൈം മിനിസ്റ്റർ ഇലക്ഷൻ ഉണ്ടായപ്പോൾ ഷെയ്ഖ് ഹസീന ആണ് നമ്മളുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട്. അവിടുത്തെ ഇലക്ഷനിൽ പോലും റിഗ്ഗിങ് നടന്നെന്നൊക്കെ പറഞ്ഞ് ബംഗ്ലാദേശിനെതിരെ സാങ്ഷൻസിനെ കുറിച്ചൊക്കെ ആലോചിച്ച രാജ്യമാണ് അമേരിക്ക. ഒരിക്കലും അവരത് ചെയ്യാൻ പാടുള്ളതല്ല. കാര്യം ഇന്ത്യക്ക് അത് ബുദ്ധിമുട്ടാണ്. കാര്യം ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന ഇരിക്കുന്നതാണ് ഇന്ത്യക്ക് നല്ലത്. അപ്പം അത്തരത്തിലുള്ള ഇന്ത്യയുടെ സ്ട്രാറ്റജിക് കാൽക്കുലേഷൻസ് ഒന്നും തിങ്ക് ചെയ്യാതാണ് പലപ്പോഴും US ആക്ട് ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യക്ക് ഏറ്റവും വേണ്ട ഒരു തീവ്രവാദിയായ സിഖ് ഫോർ ജസ്റ്റിസ് സംഘടനയുടെ ഗുർബന്ത്വന്ത് സിംഗ് പന്നുവിനെ അവരവിടെ സംരക്ഷിച്ച് നിർത്തിയേക്കാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് യുവമാർക്ക് എല്ലാവരും വ്യക്തമായ മെസ്സേജ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളെയും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് നിങ്ങൾ കരുതണ്ട എന്ന്. അതാണ് നല്ലത്. ആ ഒരു രീതിയിൽ പോകുന്നതാണ് നല്ലത്. പിന്നെ ഇവര് ഈ പറഞ്ഞ റഷ്യ യുക്രൈൻ വാറിന്റെ കാലഘട്ടത്തില് പുടിനെയും റഷ്യയും ഐസൊലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്തുകൊണ്ട് അവർ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന അറ്റാക്കിൽ ഇന്നസെന്റ് ആയിട്ടുള്ള സിവിലിയൻസും അതിൽ മെയിൻലി സ്ത്രീകളും കുട്ടികളുമാണ് കൂടുതലും കൊല്ലപ്പെടുന്നത്. അപ്പം അതിനെതിരെ ശക്തമായ ആക്ഷൻ ഒറ്റപ്പെടുത്തേണ്ട ഇസ്രായേലിന്. പക്ഷെ സ്റ്റിൽ ദേ ക്യാൻ ആസ്ക് വെരി സ്ട്രോങ്ലി ടു സ്റ്റോപ്പ് ദ വാർ.
പക്ഷെ അതൊന്നും അവർ ചെയ്യുന്നില്ലല്ലോ. അപ്പം ഇതൊരു ജസ്റ്റ് അവരുടെ താല്പര്യങ്ങൾ, വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ മാത്രം പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള ഒരു എന്താ പറയുന്ന ഒരു പരിപാടിയല്ലേ അവർ കാണിക്കുന്നത്. അപ്പം അവർക്കൊന്നും ഒരു സ്റ്റാൻഡും ഇല്ല. അവർ അവരുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. അവരുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളിൽ എന്ത് തെറ്റ് ചെയ്താലും അവർ സംരക്ഷിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. യഥാർത്ഥത്തിൽ ഇത് ഉത്തർപ്രദേശിൽ നടന്ന ഒരു റോഡ് ആക്സിഡന്റിൽ 10-18 പേര് മരിച്ചതിനെ കുറിച്ചാണ്, ഒരു ട്രക്ക് ആക്സിഡന്റില്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു ലോക്കൽ ഇഷ്യൂ ആയിട്ട് പരിഗണിച്ച് വേണമെങ്കിൽ തള്ളാം. പക്ഷെ ഇതിനകത്ത് റോഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിനൊരു കണക്ക് പറയുന്നുണ്ട്. ആ കണക്ക് ഞാൻ ഈ വായിച്ചപ്പോഴാണ് ഞെട്ടിപ്പോയത്. ഒരു അലാമിംഗ് ആയിട്ടുള്ള കണക്ക്. ആ കണക്ക് സൂക്ഷിക്കുന്നത് NCRB ആണ്. NCRB തന്നെയാണ് ഇത്തരത്തിലുള്ള എല്ലാ കണക്കുകളും സൂക്ഷിക്കുന്നത്. NCRB മീൻസ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ അനുസരിച്ച് 1.71 lakh പീപ്പിൾ ആണ് ഓരോ വർഷവും 2022 കാര്യം പറഞ്ഞു. ആവറേജ് ലെവലിൽ 1.5 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ഓരോ വർഷവും റോഡ് ആക്സിഡൻസ് മരിക്കുന്നതിന്റെ 1.71 lakhs 2022 ആക്സിഡന്റ് മരിച്ചു. 4.23 lakhs ഇൻജുവേർഡ് ആയി. അതുപോലെ 4.46 lakh റോഡ് ആക്സിഡന്റ്സ് നടക്കുന്നു 2022. 21-24-23 അത് കൂടിക്കാണും. അപ്പൊ ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ മരണങ്ങളും ആക്സിഡന്റ്സും റോഡിൽ നടക്കുന്ന രാജ്യം ഇന്ത്യ ആയിരിക്കും. ഇതൊരു ചെറിയ ഫിഗർ ആണോ? 1.25 ലക്ഷം പേരാണ് റോഡ് ആക്സിഡൻസ് 2022 മരിച്ചത്. 4 ലക്ഷത്തോളം ആൾക്കാർ, 4.5 lakhsോളം ആൾക്കാർ ഇൻജുവേർഡ് ആയി. ഏതാണ്ട് അത്രത്തോളം തന്നെ ആക്സിഡൻസും നടക്കുന്നുണ്ട്. അപ്പം IIT ഡൽഹിയുടെ ഒരു സ്റ്റഡി അനുസരിച്ച് ഓരോ 1 ലക്ഷം പോപ്പുലേഷൻ എടുത്താൽ 1 ലക്ഷം പോപ്പുലേഷനിൽ 11.3 ആൾക്കാർ മരിക്കുന്ന, 11.3 ആൾക്കാർ മരിക്കുന്ന റോഡ് ആക്സിഡൻസ് മൂലമാണെന്നാണ്. 1 lakh പോപ്പുലേഷൻ എടുക്കുമ്പോൾ 11.3 ആൾക്കാർ മരിക്കുന്നു റോഡ് ആക്സിഡൻസ് കൊണ്ട്. ഇതൊക്കെ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ഫിഗേഴ്സ് ആണ്. അപ്പൊ നമ്മള് ഇത് കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. പബ്ലിക് ഹെൽത്തിൽ എന്തുമാത്രം പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ മരിക്കുന്നതോടു കൂടി ഒരു കുടുംബത്തിന്റെ ചിലപ്പം ഒരു അത്താണിയായിരിക്കും നഷ്ടപ്പെടുന്നത്. ഒരാൾ മരിക്കുമ്പോൾ, ആക്സിഡന്റിൽ മരിക്കുമ്പോഴാണെങ്കിലും എങ്ങനെ മരിക്കുമ്പോഴാണെങ്കിലും, ചിലപ്പം ഒരാൾ യങ് ആയിട്ടുള്ള ആളായിരിക്കും. അയാള് നമ്മളുടെ നേഷന്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിലേക്ക് വലിയ കോൺട്രിബ്യൂഷൻ നടത്തേണ്ട ഒരാളായിരിക്കും ഇത്തരത്തിൽ മരണപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിൽ എന്ത് വലിയ എന്താ പറയുന്ന പ്രഷറാണ് ഇത്തരത്തിലുള്ള റോഡ് ആക്സിഡൻസ്. ഇത്രയും ഇഞ്ചുവേർഡ് ആവുകയാണ്. 1.71 lakhs ആൾക്കാർ മരിക്കുമ്പോൾ 4.45 lakhs ആൾക്കാർ ഇഞ്ചുവേർഡ് ആവുന്നു. എല്ലാം കൂടെ ഒരു 6 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ. ഇതെല്ലാം നമ്മളുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലായിരിക്കും മെയിൻലി ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്നത്. അപ്പൊ അതുവഴി ഉണ്ടാവുന്ന എക്സ്ചെക്കറിനുണ്ടാവുന്ന ചെലവ്, ഇതിലുണ്ടാവുന്ന പ്രഷർ, ട്രോമ കെയറിലും മറ്റ് മേഖലകളിലും എല്ലാം. പിന്നെ ഇവര് രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവരുടെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ചിലപ്പോൾ അവർക്ക് പിന്നീട് ജീവിതകാലം മുഴുവനും ചിലപ്പോൾ അവര് ക്രച്ചസിലായി പോവും. അതുകൊണ്ടുണ്ടാകുന്ന സോഷ്യൽ ആൻഡ് ഫാമിലി പ്രോബ്ലംസ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഒരു ഇഷ്യൂ ആണ്. അത് ഈ എഡിറ്റോറിയലിന്റെ അത് പറയുന്നില്ല. ഞാൻ മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് അത് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അതിനകത്തുള്ളതാണ്. അപ്പൊ എന്തായാലും ഇത് സംഭവിക്കുന്ന മെയിൻലി എന്തുകൊണ്ടാണ്? മെയിൻലി നമ്മളുടെ റോഡുകളുടെ മോശമായിട്ടുള്ള അവസ്ഥ, അൺസയന്റിഫിക് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ, അതുപോലെ സ്പീഡ് ലിമിറ്റ്, നമ്മളെ ഡ്രൈവേഴ്സിന്റെ അവയർനെസിന്റെ കുറവ് കൊണ്ട് അവർ പലപ്പോഴും ഓവർ സ്പീഡിങ് ചെയ്യുന്നത്, ഇതൊക്കെയാണ്. അപ്പൊ ഇത് ഉത്തർപ്രദേശിൽ 18 പേര് മരിക്കുന്നത് തന്നെ ആ വാഹനത്തിന് ആൾക്കാർ യാത്ര ചെയ്തൊരു ബസ്സും ട്രക്കുമായിട്ടാണ് കൂട്ടുപിടിച്ചത്. ബസ്സിൽ ഇത് ഇൻഷുറൻസ് പോലും പുതുക്കിയിട്ടില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അവിടുത്തെ സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണത്. എന്നിട്ട് ഭയങ്കര സ്പീഡിലായിരുന്നു. ആ സ്പീഡ് ബ്രേക്കർ സംവിധാനം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. പിന്നീട് ആ ഹൈ സ്പീഡ് കൊണ്ട് ഈ വണ്ടിയിൽ ഇരുന്ന ഒരുപാട് ആൾക്കാർ തെറിച്ച് വണ്ടിക്ക് വെളിയിൽ റോഡിലേക്ക് വീണെന്നാണ് പറയുന്നത്. അങ്ങനെ കുറെ മരണങ്ങൾ സംഭവിച്ചു, അങ്ങനെ കുറെ ഇഞ്ചുറീസ് സംഭവിച്ചു. അപ്പൊ നമ്മളുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷന് വലിയ ഫെയിലിയർ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല, സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും എല്ലാവരുടെയും ഫെയിലിയേഴ്സ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോബ്ലംസിനെ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ UAE നമ്മൾ ദുബായിൽ റോഡ് ആക്സിഡന്റിൽ ആൾക്കാർ മരിക്കുന്നതൊക്കെ നമ്മൾ മലയാളി തന്നെ എത്രയോ പേര് മരിച്ചു നമ്മളിവിടെയൊക്കെ ആൾക്കാർ ന്യൂസ് പേപ്പറിലോ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. അപ്പൊ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഈ ലോകത്ത് ലീസ്റ്റ് കറപ്റ്റ് കൺട്രീസേ ഉള്ളൂ, കറപ്ഷൻ ലെസ് കൺട്രീസ് ഇല്ല. ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ട്. ട്രാൻസ്പെറൻസി
ഇന്റർനാഷണൽ. ഈ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഗ്ലോബൽ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് ഉണ്ടാക്കും അവർ. ഗ്ലോബൽ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ്. അതിൽ മോസ്റ്റ് കറപ്റ്റ് കൺട്രീസ്, ലീസ്റ്റ് കറപ്റ്റ് കൺട്രീസ്, പിന്നെ ഒരു മീഡിയം ആവറേജ് ലെവലിലെ മീഡിയം ലെവൽ കറപ്ഷൻ ഉള്ള കൺട്രീസ്, അങ്ങനെ പറയുന്നുള്ളൂ. അല്ല കറപ്ഷൻ ഇല്ലാത്ത കൺട്രീസ് ഇല്ല. ആ പറഞ്ഞ പോലെ ആക്സിഡൻറ്റ്സ് ഇല്ലാത്ത രാജ്യങ്ങളില്ല. പക്ഷെ നമുക്കിത് കുറച്ചു കൊണ്ടുവരാം. അതിനുള്ള കുറച്ച് നടപടിക്രമങ്ങളെ കുറിച്ചാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് വെച്ചാൽ, അത് അവര് 3 കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്ന. ലോക്കൽ അതോറിറ്റീസ് സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റാൻഡേർഡ്സ് ഒക്കെ എൻഷുർ ചെയ്യണം. എന്നിട്ട് ഈ പറഞ്ഞ എല്ലാവരും പ്രോപ്പറായിട്ട് ഈ സേഫ്റ്റി മെഷേഴ്സും എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ നിയമിക്കണം. പിന്നെ ഈ സർവീസ് ഓപ്പറേറ്റേഴ്സ്, ഇതുപോലുള്ള ബസ് ഓപ്പറേറ്റേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവരെ നല്ല രീതിയിൽ പണിഷ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ഈ ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ്സ് അവർ സെറ്റ് ചെയ്ത് വെച്ചാൽ അതിനെ പിന്നെ ഡയല്യൂട്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മളുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഈ കൂടുതലായിട്ട് ആൾക്കാരെ അവെയർ ആക്കുന്ന, ഈ സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ചൊക്കെ അവെയർ ആക്കുന്നതിന് വേണ്ടിയുള്ള കുറച്ച് കൂടുതൽ നടപടി എടുക്കണം. പിന്നെ ഓരോരോ നമ്മളെ വാഹനങ്ങളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും, പിന്നെ ഇപ്പം തന്നെ വാഹൻ പോർട്ടലിലൊക്കെ എല്ലാം ഉണ്ട്. അതിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾ ഇത് വായിച്ചു നോക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഭയങ്കര അതിൽ നിന്ന് ഒരുപാട് നമുക്ക് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും എടുക്കാനില്ല. അതൊക്കെ ഫസ്റ്റ് എഡിറ്റോറിയലാണ് ഉള്ളത്. ഓക്കെ. പിന്നെ ഇന്നത്തെ 2 ആർട്ടിക്കിൾസ് മാത്രമാണ് ഇന്ന് ഹിന്ദുവിൽ വരുന്നത്. ബാക്കി ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ പേജ് ഇല്ല, ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജ് ഇല്ല. ഇതിൽ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്, ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് വേർഡിക്ട് ഓഫ് 2024 ഇറ്റ്സ് ആംപ്ലിഫൈഡ് മെസ്സേജ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ടല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാന്ന് ഞാൻ പറയുന്നുള്ളൂ. കാര്യം പ്യൂർലി ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം ഒരു 2024 ഇലക്ഷന്റെ ഔട്ട്കത്തിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ്. അപ്പം അത് ഒരു സെഫോളജിസ്റ്റ് ആയിരുന്നു പറയുന്നതാണ്. സെഫോളജിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമോ? സെഫോളജിസ്റ്റ് ഇലക്ഷനെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ, ഇലക്ഷന്റെ ഔട്ട്കംസിനെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ, ഇവരെയാണ് സെഫോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സെഫോളജിസ്റ്റ് ആണ് സഞ്ജയ് കുമാർ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. CSDS എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവര് ലോക് നിധി, CSDS ഇവർ രണ്ടും കൂടെ ചേർന്ന് എക്സിറ്റ് പോളുകളും ഒപ്പീനിയൻ പോളും കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ അവര് എക്സിറ്റ് പോളൊക്കെ ഇലക്ഷന് മുമ്പ് ഒപ്പീനിയൻ പോളൊക്കെ ഇലക്ഷന് മുമ്പ് നടത്തി പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഈ ഹിന്ദുവിന്റെ അകത്ത് ഇവര്. അപ്പൊ അവര് ഈ ഇലക്ഷന് ശേഷം എങ്ങനെയൊക്കെയാണ് ആൾക്കാർ വോട്ട് ചെയ്തേക്കുന്നത്, വോട്ടേഴ്സിന് യഥാർത്ഥത്തിൽ വോട്ട് ചെയ്യുന്നതിന് താല്പര്യക്കുറവ് മുമ്പത്തെ ഇലക്ഷൻസിനെ കുറിച്ച് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നോ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഡോമിനൻസ് BJPക്ക് എന്തുകൊണ്ട് ഉണ്ടായില്ല, നരേന്ദ്രമോദിയുടെ ആ ഒരു പേഴ്സണ സ്റ്റിൽ ആൾക്കാരുടെ ഇടയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടോ, ഹിന്ദുത്വ പൊളിറ്റിക്സിന് ഇപ്പോഴും ഇന്ത്യക്കകത്ത് സ്ഥാനമുണ്ടോ, ഹിന്ദുത്വ പൊളിറ്റിക്സ് മാത്രമല്ല ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ കാസ്റ്റ് പൊളിറ്റിക്സ് എല്ലാം വരും അതിനകത്ത്, അതിനിപ്പോഴും ഇന്ത്യയിൽ സ്ഥാനമുണ്ടോ, സ്റ്റിൽ BJP തന്നെയാണ് ഇന്ത്യയുടെ ഡോമിനന്റ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത്. കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് വോട്ട് കിട്ടിയ സീറ്റ് കിട്ടിയത് അവർ മെജോറിറ്റി കിട്ടിയില്ലെങ്കിലും അവരാണ്. പിന്നെ ഓപ്പോസിഷൻ പാർട്ടിയായ കോൺഗ്രസിന്റെ പെർഫോമൻസ് ഇതൊക്കെ എടുത്ത് അനലൈസ് ചെയ്തേക്കുന്നതാണ്. അത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, താല്പര്യമുള്ളവർ വായിച്ചു നോക്കുക. ഓക്കെ. ഇനി താഴോട്ട് വേറൊരു ആർട്ടിക്കിൾ ഉണ്ട്. ആ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദ PDS ഇമ്പാക്ട് ഓൺ ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന സംഗതിയാണ്. ഇതിന്റെ ഒരു കുഴപ്പം എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, NSOയുടെ ആയിട്ട് ബന്ധപ്പെട്ട ചില ആൾക്കാരാണ് ഇത് എഴുതിയേക്കുന്നത്. NSO എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, അതുപോലെ NSSO ഉണ്ട്, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇത് എഴുതിയേക്കുന്നത്. NSSO എന്താണ്? നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. NSO നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഈ NSO നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് നമ്മളുടെ GDP ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഇത്ര കൂടി ഇത്ര കുറഞ്ഞെന്നൊക്കെ പറയൂലേ, അത് ഇവരാണ് കാൽക്കുലേഷൻ നടത്തുന്നത്. NSO നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അത് പഠിച്ചു വെച്ചേക്കണം അതിനകത്ത്. NSSO നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ഈ ഹൗസ് ഹോൾഡ് കൺസംഷൻ അതിനെ കുറിച്ചൊക്കെയുള്ള സ്റ്റഡി നടത്തിയിട്ട് ഈ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പബ്ലിഷ് ചെയ്യും. NFHS. ഞാൻ ഇന്നലെ അതിനെ കുറിച്ച് വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അതൊക്കെ ചെയ്യുന്ന NSSO ആണ്. അപ്പൊ ഇവര് നമ്മളുടെ PDSന്റെ ഇമ്പാക്ട് ഓൺ ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് പറഞ്ഞേക്കുന്നത്. അതിന്റെ ഒരു കണ്ടന്റ് ഞാൻ പറഞ്ഞത്, പക്ഷെ അത് വായിക്കേണ്ട ആവശ്യമില്ലെന്ന് എന്റെ അഭിപ്രായം. കാരണം ഫുൾ അവർ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേംസിൽ കുറെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അത് നമുക്ക് ഇവിടെ ഒരു എന്താ പറയുന്ന ഒരു അതിന്റെ മാത്തമെറ്റിക്സ്, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആദ്യം പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യാനും പാടാണ്. ഇനി വായിച്ചത് അതിൽ നിന്ന് ഒരുപാട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ കണ്ടന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കണ്ടന്റ് എന്താണെന്ന് വെച്ചാല്, നമുക്കറിയാം ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നിയമം വന്നു, NFSA, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്.
NFSA, National 2013, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013. ഈ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 വഴി എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇന്ത്യയിലെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം PDS, അതായത് റേഷൻ കടകളാണ് ഈ PDSലെ ഏറ്റവും അവസാനത്തെ സാധനം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലെ റേഷൻ ഷോപ്പുകൾ. ഇതുവഴി നമ്മളെ ഇന്ത്യയിലെ BPL ഫാമിലീസിന് ഫുഡ് എൻടൈറ്റിൽമെന്റ് കൊടുത്തു. അത് പറഞ്ഞ 5 kg per person in a BPL family. That 5 kg can be rice, wheat or coarse grains. If I belong to a BPL family, I am entitled for 5 kg food grain from a PDS shop. And if if my preference is to buy rice, then I have to pay 3 rupees per kilogram. And if I prefer to buy wheat, I need to buy 2 rupees per kilogram. That means if I buy my entitlement 5 kg wheat, then I need to pay 5 into 2, 10 rupees. If I am buying coarse grains, 5 into 1, 5 rupees കൊടുത്താൽ മതി. റൈസ് ആണെങ്കിൽ 5 into 3, 15 rupees. അപ്പൊ റൈസിന് 3 rupees per kilogram, വീറ്റിന് 2 rupees per kilogram, കോഴ്സ് ഗ്രെയിൻസിന് 1 rupees per kilogram. ഈ റേറ്റിൽ എനിക്ക് ഗവൺമെന്റ് എൻടൈറ്റിൽമെന്റ് തരികയാണ്. ഇഫ് ഐ ബിലോങ് ടു എ BPL ഫാമിലി. ഇപ്പൊ എന്റെ ഫാമിലിയിൽ 4 പേരുണ്ടെങ്കിൽ 4 into 5, 20 kilogram റൈസ് വേണമെങ്കിൽ എനിക്ക് മേടിക്കാം, 20 kilogram വീറ്റ് വേണമെങ്കിൽ മേടിക്കാം, 20 kilogram കോഴ്സ് ഗ്രെയിൻസ് വേണമെങ്കിൽ മേടിക്കാം. 20 kilogram റൈസ് മേടിച്ചാൽ 20 into 3, കാര്യം റൈസിന് 3 rupees per kilogram കൊടുക്കേണ്ട, 60 rupees. വീറ്റ് ആണെങ്കിൽ 20 into 2, കോഴ്സ് ഗ്രെയിൻ ആണെങ്കിൽ 20 into 1 rupees 20 kilogram. That was the National Food Security Act of 2013. ബട്ട് ഇപ്പൊ അതൊന്നും അല്ല. ഇപ്പൊ ഇതൊക്കെ മാറി. ഇപ്പൊ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇപ്പൊ കോവിഡിന് ശേഷം പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന കൊണ്ടുവന്നു. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. ഇത് ഈ പറഞ്ഞ സാധനം തന്നെയാണ് ഇപ്പോഴും കൊടുക്കുന്ന 5 kg റൈസോ വീറ്റോ കോഴ്സ് ഗ്രെയിനോ, പക്ഷെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നോ നീഡ് ടു പേ എനി എമൗണ്ട് ഫോർ ദിസ് എൻടൈറ്റിൽഡ് ഫുഡ് ഗ്രെയിൻസ് ഫ്രം ദ PDS ഷോപ്പ്. അപ്പൊ ഇത് ഇവര് സ്റ്റഡി ചെയ്ത്, അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഇവര് സ്റ്റഡി ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ BPL ഫാമിലീസിന് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഫോർ ഫുഡ് ഗ്രെയിൻസ് എന്ന് വെച്ചാൽ നമ്മളുടെ സ്റ്റേപ്പിൾ ഫുഡ് ഗ്രെയിൻസ്, അതല്ലാതെ വേറെ സാധനമൊക്കെ ന്യൂട്രിയൻസ് ആയി കഴിക്കണമെന്നുണ്ടെങ്കിൽ വേറെ സാധനം നമ്മൾ കാശ് കൊടുത്ത് മേടിക്കണം. അപ്പൊ ഈ ഇപ്പൊ അവര് മുമ്പ് റൈസിന് വേണ്ടി ചിലപ്പോൾ ഒരു 200 രൂപ ചെലവാക്കിയിരുന്നതാണോ, അല്ല 200 ആയിരിക്കും ചിലപ്പോൾ അതിൽ കൂടുതൽ. അന്ന് ഫുഡ് ഗ്രെയിൻസിനൊക്കെ വില കൂടുതലായിരുന്നു. ഇപ്പൊ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയപ്പോഴേ 3 രൂപയ്ക്ക് കിട്ടാൻ തുടങ്ങി. ഇപ്പൊ 0 ആണ്. അപ്പൊ ഒരു 500 രൂപ ഒരു ഫുഡ് ഗ്രെയിൻസിന് വേണ്ടി ഒരു മാസം ഈ സ്റ്റേപ്പിൾ ഫുഡ് ഗ്രെയിനിന് വേണ്ടി ചെലവാക്കിയിരുന്നു കരുതിക്കും. റേഷൻ ഷോപ്പിൽ കുറച്ച് വില കുറച്ച് അന്നും കിട്ടുമായിരുന്നു. അതുകൊണ്ട് ആ 500 ഇപ്പൊ അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നു. ഈ സേവ്ഡ് ആയിട്ടുള്ള 500 രൂപ കൊണ്ട് അവര് എന്ത് ചെയ്യുന്നു? അവർ ഹൗസ് ഹോൾഡിലെ എക്സ്പെൻഡിച്ചർ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അവർ ചിലവാക്കില്ല. ഇത് സേവ് ചെയ്യാനൊന്നും പറ്റൂല. എന്തായാലും അവർ വേറെ എന്തെങ്കിലും ഇപ്പൊ അവർ ചിലപ്പോൾ കൂടുതൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ഫുഡ് പൾസസോ ഒക്കെ വാങ്ങാൻ വേണ്ടി ചിലവാക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക്. അത് എങ്ങനെ ഇന്ത്യയുടെ ഹൗസ് ഹോൾഡിന്റെ ചെലവുകളിൽ റിഫ്ലക്ട് ചെയ്തു എന്നൊരു സ്റ്റഡിയാണ്. അത് NFHSന്റെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ ഭാഗമായിട്ടാണ് അവർ നടത്തിയേക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? ദ PDS ഇമ്പാക്ട് ഓൺ ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ എന്നുള്ള സംഭവം അപ്പൊ വായിച്ചോ? താല്പര്യമുള്ളവര് NFHSന്റെ ഭാഗമായിട്ട് മാത്രമല്ല HCSനെ കുറിച്ച് നീ പറയുന്നുണ്ട്. HCS അതെന്താണെന്ന് വെച്ചാൽ ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ. HCS എന്താണ്? ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ. ഇതിന് മുഴുവൻ കുറെ ശതമാന കണക്കുകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്കത് അത്ര ഒരു ഇതായിരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. അതിന്റെ അടുത്ത പേജ് പോവാം. അതിന്റെ അടുത്ത പേജ് ഗ്രൗണ്ട് സീറോ ആണ്. സാറ്റർഡേയിൽ ഗ്രൗണ്ട് സീറോ പേജാണ് വരുന്നത്. നമുക്ക് വേണ്ട. അതിനടുത്ത പേജ് പോകുമ്പോൾ ന്യൂസ് പേജ്. നമുക്ക് അതിലേക്ക് പോവാം. ന്യൂസ് പേജിലേക്ക് പോവാം. ഫസ്റ്റ് ആർട്ടിക്കിൾ, ഡോവൽ ആൻഡ് സള്ളിവൻ ഹോൾഡ് ടോക്സ് അമിഡ് സ്ട്രെയിൻ ഇൻ ടൈസ് ഓവർ റഷ്യ. അപ്പൊ there is a strain in ties over Russia between India and US. ആ സ്ട്രെയിൻ ആരുടെ റിലേഷനിലാണ്? ഇന്ത്യയുടെ US-ന്റെ ഇടയിൽ. അപ്പൊ അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ നമ്മളുടെ NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ ജെയ്ക്ക് സള്ളിവനുമായിട്ട് ടോക്സ് നടത്തി. ജെയ്ക്ക് സള്ളിവൻ ഇന്നലെ ടോക്ക് നടത്തി. അപ്പൊ അതിനെ കുറിച്ച് ഒരു ഇതാണ്. അതിൽ വേറെ ഒന്നും എഴുതിയെടുക്കാനൊന്നുമില്ല. ഞാൻ ജസ്റ്റ് നോക്കിയായിരുന്നു. അതിൽ ഒരു കാര്യമുള്ളത്, ഇന്ത്യയിൽ ഈ വർഷം അവസാനം ക്വാഡ് സമ്മിറ്റ് നടക്കുന്നുണ്ട്. ക്വാഡ് എന്ന് പറയുന്നത് ഇത് നവംബർ US-ലെ ഇലക്ഷൻ. അത് കഴിഞ്ഞിട്ടൊക്കെ നടക്കുള്ളൂ. ഈ വർഷം അവസാനമാണ് നടക്കേണ്ടത്. ക്വാഡ് സമ്മിറ്റ് എന്താണ്? ക്വാഡ്രിലാറ്ററൽ സമ്മിറ്റ്. ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് USA, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ.
ഏഷ്യയിൽ ചൈനയ്ക്കെതിരെ ഒരു പിവറ്റ് പോലെ കൊണ്ടുവന്നൊരു ഓർഗനൈസേഷനാണ് ക്വാഡ്. അപ്പൊ അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്തെന്നാണ് പറയുന്നത്. പിന്നെ നെറ്റ് ടാക്സ് റിസീപ്റ്റ്സ് അപ് 19.5%, കോർപ്പറേറ്റ് ടാക്സ് ഷെയർ അറ്റ് 36.6% എന്ന ന്യൂസ് കാണാം. അത് ഡയറക്ട് ടാക്സ് കളക്ഷനെ കുറിച്ചാണ്. ഡയറക്ട് ടാക്സ് കളക്ഷനെ കുറിച്ചാണ്. ഇന്ത്യയുടെ ഡയറക്ട് ടാക്സ് കളക്ഷൻ കഴിഞ്ഞ മാസങ്ങളിൽ കൂടി, അതിനെ കുറിച്ചാണ്. ഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്. ഇപ്പൊ ഭയങ്കരമായിട്ട് ഗവൺമെന്റ് കിട്ടുന്ന ഒരു ഡയറക്ട് ടാക്സ് ആണ് STT. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. STT എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. STT സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ആണ്. ഇപ്പൊ നമ്മൾ എല്ലാവരും പേ ചെയ്യേണ്ടി വരും. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി ഷെയർ ബൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചെറിയ ടാക്സ് നമ്മളെ ഇത് പിടിക്കും. ആ ടാക്സിനാണ് STT സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഡയറക്ട് ടാക്സ് പൂളിൽ ഇപ്പൊ വലിയൊരു കോൺട്രിബ്യൂഷൻ ഈസ് ഫ്രം STT ആണ്. ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് our share market is booming and a lot of newcomers are coming to the stock market and a lot of trading is happening in stock market by the retail investors. So government is getting a handsome amount from STT, securities transaction tax. Previously it was not so. Now government is getting a big amount of money from STT. അപ്പോൾ STT is another direct tax. അപ്പോൾ ഡയറക്ട് ടാക്സ് കിറ്റിക്കകത്ത് മെയിൻലി കോൺട്രിബ്യൂഷൻ വരുന്നത് STT-ന്ന്, ഇൻകം ടാക്സിന്ന്, അതുപോലെ കോർപ്പറേറ്റ് ടാക്സിന്ന് ഒക്കെയാണ്. മനസ്സിലായി? അപ്പം അത് ഭയങ്കരമായിട്ട് ഇപ്പൊ കൂടിയിട്ടുണ്ട്. അതിനെ കുറിച്ചാണ്. ഈ ഡയറക്ട് ടാക്സ് കളക്ട് ചെയ്യുന്ന ഏജൻസി ആരാണ്? CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. CBDT, Central Board of Direct Taxes, is the responsible agency for collecting direct taxes in India. And CBIC is the responsible agency to collect indirect taxes, mainly GST. CBIC, Central Board of Indirect Taxes and Customs. Central Board of Indirect Taxes and Customs. പിന്നെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ കൂടുതൽ പവേഴ്സ് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു ന്യൂസ് ഉണ്ട്. ജമ്മു ആൻഡ് കാശ്മീരിൽ ലഫ്റ്റനന്റ് ഗവർണർ ഇപ്പോഴാരാണ്? നൗ ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ഗവേണിംഗ് ജമ്മു ആൻഡ് കാശ്മീർ ഈസ് Lieutenant Governor, because of the fact that Jammu and Kashmir is a union territory and there was no election was conducted after the revocation of special powers of Jammu and Kashmir, after the removal of Article 370 from Jammu and Kashmir, and they are going to face election in the near future itself, Jammu and Kashmir. Now there is no legitimate government elected by the people of Jammu and Kashmir. That's why the person appointed by the government of India, LG, Lieutenant Governor, that is Manoj Sinha right now, he is the power center. He is the man responsible for governing Jammu and Kashmir now. അപ്പോൾ പേര് പഠിച്ചു വെച്ചേക്കുക, മനോജ് സിൻഹയാണ് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഗവർണർ, ലെഫ്റ്റനന്റ് ഗവർണർ, LG. പിന്നെ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. സെന്റർ ഡിക്ലെയർസ് June 25 സംവിധാൻ ഹത്യാ ദിവസ്. കോൺസ്റ്റിറ്റ്യൂഷൻ അസാസിനേഷൻ ഡേ ഓർ സംവിധാൻ ഹത്യാ ദിവസ് എന്ന് ഹിന്ദിയിൽ June 25. അതിനെ അങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ കാര്യം എന്താണ്? ഇന്ത്യയിലെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് എല്ലാം ഒഫീഷ്യലി വിത്ഡ്രോ ചെയ്യപ്പെട്ട ദിവസമായിരുന്നു June 25, 1975. That time Indira Gandhi was the ruler of India and she declared emergency. What was the reason for emergency declaration in India by Indira Gandhi? അതിനെ കുറിച്ച് ഷോർട്ട് വീഡിയോ ഞാൻ ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ യൂട്യൂബ് ചാനലിൽ ഒരു 2 ആഴ്ച മുമ്പ് ഇട്ടിട്ടുണ്ട്. അതെടുത്ത് നോക്കിയാൽ മതി. അന്ന് പറയാനുള്ള സമയമില്ല. But she declared emergency. That was a dark period in the post independence history of India. The day the emergency was declared in India was June 25, 1975. അതുകൊണ്ടാണ് June 25 സംവിധാൻ ഹത്യാ ദിവസമായിട്ട് ഒബ്സർവ് ചെയ്യാൻ തീരുമാനിച്ചത്. പഠിച്ചു വെച്ചോണം. ഗവൺമെന്റ് ഡിക്ലെയർ ആയതുകൊണ്ട് ചിലപ്പോൾ നാളെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അവർ ഈ ഡേ ഉറപ്പായിട്ട് എടുത്ത് മാറ്റും. പക്ഷേ അപ് ടു ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ഈവൻ എക്സാമിനേഷൻസിലൊക്കെ ഇത് ചോദിക്കാം. സംവിധാൻ ഹത്യാ ദിവസം എന്നാണ് June 25. അതിന്റെ കാരണമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. പിന്നെ ഇവിടെ MLC ഇലക്ഷനെ കുറിച്ചൊക്കെ ഒരു ന്യൂസ് ഉണ്ട്. MLC ഇലക്ഷൻ ഇപ്പൊ മഹാരാഷ്ട്രയിലാണ് MLC ഇലക്ഷൻ നടന്നത്. മഹാരാഷ്ട്രയിലും ബൈക്യാമറൽ സിസ്റ്റം ആണ്. ഏതൊക്കെ സ്റ്റേറ്റുകളിലും ബൈക്യാമറൽ സിസ്റ്റം ഉണ്ട്, അവിടെ എല്ലാം MLC ഉണ്ട്, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. കേരളത്തിന് യൂണിക്യാമറൽ സിസ്റ്റം ആണ്.
നമുക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പറിന് MLA എന്ന് പറയുന്നത്. പക്ഷെ അവിടെയൊക്കെ ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. അവിടുത്തെ മെമ്പറിന് MLC എന്ന് പറയും, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അവിടെ MLA ഉണ്ട്, MLC ഉണ്ട്. കേരളത്തിന് MLA മാത്രമേ ഉള്ളൂ. പിന്നെ PMLA ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ സുപ്രീം കോടതി നടത്തിയിരിക്കുന്ന ചില പരാമർശങ്ങളെ കുറിച്ചുള്ള ഒരു ന്യൂസ് ആണ്. അതിന്റെ പരാമർശങ്ങളെ കുറിച്ച് ഞാൻ കൂടുതൽ പോകുന്നില്ല. PMLA എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ആണ്. PMLA, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്. ഈ ആക്ടിന്റെ അകത്ത് സെക്ഷൻ 19(1) എന്ന് പറഞ്ഞൊരു പുതിയ സെക്ഷൻ ഉണ്ട്, സെക്ഷൻ 19(1). ഈ സെക്ഷൻ 19(1) സ്വീപ്പിംഗ് പവേഴ്സ് ആണ് EDക്ക്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇപ്പൊ കൊടുത്തേക്കുന്നത്. അപ്പൊ PMLA EDയുടെ കയ്യില് ഒരു ഭയങ്കര പവർഫുൾ വെപ്പണാക്കി മാറ്റിയത് ഈ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ട് സെക്ഷൻ 19(1) ആഡ് ചെയ്തപ്പോഴാണ്. അപ്പം അവർക്ക് സംശയമുള്ളവരെ അവർ മണി ലോണ്ടറിങ്, അതായത് ഇല്ലിസിറ്റ് ട്രാൻസാക്ഷൻ ഓഫ് മണിയാണ് മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞത്. അത് ആരെങ്കിലും ചെയ്തതായിട്ട് കണ്ടെത്തിയാൽ അവർക്ക് സുഖമായിട്ട് അപ്പോഴേ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, വിത്തൗട്ട് ഷോയിങ് എനി റീസൺ. അതിനെക്കുറിച്ച് സുപ്രീം കോടതിയുടെ ചില പരാമർശങ്ങളൊക്കെയാണ്. പിന്നെ ഇന്ത്യ ഷോസ് ഗുഡ് പ്രോഗ്രസ് ഓൺ SDGs, നിതി ആയോഗ് റിപ്പോർട്ട്. SDG എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പറഞ്ഞു. കാര്യം ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു അതിനെ കുറിച്ച്. SDG മീൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞാൽ 17 ഗോൾസ് ആണ്. 17 goals that were put forwarded by United Nations in the year of 2015. These 17 goals UN wants to achieve by 2030 in the world. And out of these 17 goals, some goals are eradication of poverty, പിന്നീട് പ്യുവർ ഡ്രിങ്കിങ് വാട്ടർ ഫോർ ഓൾ, ഷെൽട്ടർ ഫോർ എവറി വൺ, പ്യുവർ ആൻഡ് ക്ലീൻ എയർ ഫോർ എവറി വൺ, പിന്നീട് ജെൻഡർ പാരിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം അത് അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. എല്ലാവർക്കും ഫുഡ്, അതാണല്ലോ എറാഡിക്കേഷൻ ഓഫ് പവർട്ടി എന്ന് പറയുന്നത്. അപ്പം ഈ 17 ഗോൾസ് അത് അച്ചീവ് ചെയ്യേണ്ട വർഷം 2030 ആണ്. അതിൽ ഇന്ത്യ ഭയങ്കര പ്രോഗ്രസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് നിതി ആയോഗിന്റെ റിപ്പോർട്ട്. നിതി ആയോഗ് എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നിതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നിതി ആയോഗ് ഈസ് ദ റീപ്ലേസ്മെന്റ് ഫോർ പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ വാസ് പ്ലാനിംഗ് കമ്മീഷൻ ആരാണ് ഉണ്ടാക്കിയത്? ജവഹർലാൽ നെഹ്റു പണ്ട്. അതിനെ ഇപ്പൊ എടുത്ത് കളഞ്ഞിട്ട് പകരം കൊണ്ടുവന്നാണ് നിതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അതിന്റെ CEO ആണ് ഈ റിപ്പോർട്ടൊക്കെ ഇന്നലെ പബ്ലിഷ് ചെയ്ത. അതിന്റെ CEO ആണ് BVR സുബ്രഹ്മണ്യം. BVR അത് എഴുതിട്ട് സുബ്രഹ്മണ്യം, BVR സുബ്രഹ്മണ്യം, നിതി ആയോഗിന്റെ CEO. നിതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ ബെറി ആണ്. സുമൻ ബെറി നിതി ആയോഗിന്റെ വൈസ് ചെയർമാൻ പ്രൈം മിനിസ്റ്റർ. SDG അച്ചീവ് ചെയ്യുന്ന കാര്യത്തിൽ അത് SDGയിൽ വേറെ 1-2 പ്രധാനപ്പെട്ട ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണ നിരക്ക്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, മാതൃമരണ നിരക്ക്, അതെല്ലാം അതിൻ്റെ അകത്തുള്ള അങ്ങനെ 17 ഗോൾസ് ഉണ്ട്. 2030 കൂടി ഇതെല്ലാം ഇല്ലാതാക്കുകയാണ് ലോകത്ത്. അതാണ് എന്റെ ലക്ഷ്യം. നെക്സ്റ്റ് പേജ് പോകുമ്പോഴത്തേക്ക് ബിസിനസ് പേജില് ഇന്ത്യയുടെ IIP നല്ല രീതിയിൽ കൂടി കഴിഞ്ഞ മാസം. IIP മീൻസ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. IIP എന്താണ്? ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. അത് NSO ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. IIP ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ കുറിച്ച് പലതവണ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതായിരിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല. ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഇഫ് ഇറ്റ് ഷോസ് എ വെരി ഗുഡ് ഔട്ട്കം, then that will be good for our nation because our industrial sector is performing well, our industrial sector is booming. അപ്പൊ എപ്പോഴും നമുക്ക് അപ്വേർഡ് ആയിട്ടുള്ള നല്ല ഫിഗേഴ്സ് ആണ് IIPക്ക് വേണ്ടത്. അപ്പൊ ഇന്നലെ അത്യാവശ്യം നല്ലൊരു ഫിഗർ കിട്ടി. അപ്പൊ ആ ഫിഗർ ഒന്നും കാണാൻ പഠിക്കണ്ട, 5.7 കണ്ടാണ് കാര്യം. അത് മാസം തോറും മാറിക്കൊണ്ടിരിക്കും. അടുത്ത മാസം വേറൊരു ഫിഗർ ആയിരിക്കും. SIAM, സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ്. ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ കമ്പനികളുടെ കൂട്ടായ്മയാണ് SIAM, സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ്. പിന്നെ GST ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. GST കുറച്ച് റിഫോംസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പാനലിനൊക്കെ ഉണ്ടാക്കിയ കാര്യമൊക്കെ. GST അറിയാലോ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഇന്ത്യയുടെ ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം ദാറ്റ് വാസ് സ്റ്റാർട്ടഡ് ഫ്രം ദ ഇയർ ഓഫ് 2017 July 1st. അപ്പൊ July 1st ആണ് GST ഡേ. അതുകൊണ്ട് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നിർമ്മല സീതാരാമൻ is the chairperson of GST Council. GST Council is the empowered panel to make policy decisions regarding implementation of GST in India. ഇന്ത്യയിലെ GST ആയിട്ട് ബന്ധപ്പെട്ട എന്ത് ഡിസിഷൻ എടുക്കണമെങ്കിലും GST കൗൺസിലിനെ പറ്റും. അതിന്റെ ചെയർപേഴ്സൺ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നിർമ്മല സീതാരാമൻ ആണ്. ഓക്കെ. പിന്നെ നമ്മളൊക്കെ കൊടുക്കുന്ന GST ഏതാണ്? SGST സ്റ്റേറ്റ് GST, CGST സെൻട്രൽ GST, പിന്നെ ഒരു വേറൊരു GST കൂടെ ഉണ്ട്, നമ്മൾ കൊടുക്കുന്നില്ല, IGST. അത് മെയിൻലി ഇന്റർ സ്റ്റേറ്റ് ഗുഡ്സ് ട്രാൻസ്ഫർ. അതായത് ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് സാധനമൊക്കെ കൊണ്ടുവരണമെങ്കിൽ IGST പേജാണ്, ഇന്റഗ്രേറ്റഡ് GST. അതൊക്കെയാണ്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ അതിൽ പറയാം.
ഞാൻ എപ്പോഴും പറഞ്ഞതാണ് നെറ്റ് സീറോ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു നെറ്റ് സീറോ അച്ചീവ് ചെയ്യാൻ ഇന്ത്യ വെച്ചേക്കുന്ന വർഷം എന്നാണ് 2070. 2070 കൂടി ഇന്ത്യയിൽ കാർബൺ എമിഷനും കാർബൺ അബ്സോർപ്ഷനും ഈക്വൽ ആക്കണമെന്നാണ്. അതാണ് നെറ്റ് സീറോ എന്ന് പറയുന്നത്. പിന്നെ 500 ജിഗാവാട്ട് ഓഫ് ഫോസിൽ നമ്മൾ 500 ജിഗാവാട്ട് റിന്യൂവബിൾ എനർജി എന്ന ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കാൻ വെച്ചേക്കുന്ന വർഷം 2030. 2030 കൂടി 500 ജിഗാവാട്ട് പവർ നമ്മള് സോളാർ ഉൾപ്പെടുന്ന റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് റിന്യൂവബിൾ എനർജി സോഴ്സസ് ഉത്പാദിപ്പിക്കുന്നതാണ് പ്രധാനമന്ത്രി മോദി ലോകത്തോട് കൊടുത്തേക്കുന്ന വാഗ്ദാനം. 2030 കൂടി 500 ജിഗാവാട്ട് പവർ ഫ്രം റിന്യൂവബിൾ എനർജി സോഴ്സസ്. പിന്നെ ഇവിടെ PLI, അതെപ്പോഴും ഞാൻ പറഞ്ഞാണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. PLI പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. പിന്നെ ഫെയിമിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഇന്നലെ ഞാൻ പറഞ്ഞു ഫെയിമിനെ കുറിച്ച്. ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ്, ഫെയിം. ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് ഫെയിം. പിന്നെ നേപ്പാളിലെ പ്രൈം മിനിസ്റ്റർ ഇത്രയും കാലം പ്രചണ്ഡയായിരുന്നു. പുഷ്പ കമൽ ദഖൽ അല്ലെങ്കിൽ പ്രചണ്ഡ. അദ്ദേഹം അധികാരത്തിൽ നിന്നുള്ള പുറത്തായി. പകരം ഇങ്ങനെ ആയിരിക്കും അവിടെ പ്രൈം മിനിസ്റ്റർ ആവാൻ പോണ KP ശർമ്മ ഒലി ഈസ് ഗോയിങ് ടു become the new prime minister of Nepal. ഓക്കെ. പിന്നെ വേറെ ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് സ്പോർട്സ് പേജാണ്. സ്പോർട്സ് പേജിൽ വിംബിൾഡന്റെ വിംബിൾഡന്റെ അവസാനമായി. വിംബിൾഡൻ ഇന്ന് സ്ത്രീകളുടെ ഫൈനൽ ആര് ജയിക്കും നമുക്കറിയാം. അപ്പൊ നമുക്കത് നാളെ പഠിക്കാം, നാളത്തെ പത്രത്തില്. പിന്നെ വിംബിൾഡന്റെ ഫൈനൽ, പുരുഷന്മാരുടെ ഫൈനലാണല്ലോ എല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഫൈനലിന്റെ റിപ്പീറ്റ് ആണ്. കഴിഞ്ഞ വർഷത്തെ ഫൈനൽ നൊവാക് ഡോക്കോവിച്ചും കാർലോസ് അൽക്കാരസും തമ്മിലായിരുന്നു. ഇപ്രാവശ്യം അവർ തങ്ങളിൽ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് നൊവാക് ഡോക്കോവിച്ചാണ് വിൻ ചെയ്യുന്നതാണ് എൻ്റെ ഓർമ്മ. അപ്പൊ ഇപ്രാവശ്യം അത് ആര് വിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. പിന്നെ യൂറോ കപ്പും കോപ്പ അമേരിക്കയുടെ ഫൈനലായി. യൂറോ കപ്പിന്റെ ഫൈനല് സ്പെയിനും ഇംഗ്ലണ്ടും തമ്മിലാണ് ഫൈനൽ. ആര് വിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. കോപ്പ അമേരിക്കയുടെ ഫൈനൽ അർജന്റീനയും കൊളംബിയയും തമ്മിലാണ്. അതും ആര് വിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിലവിൽ കോപ്പ അമേരിക്കയിലെ ചാമ്പ്യന്മാരും അർജന്റീനയാണ്. ഇപ്രാവശ്യം കൂടെ വിൻ ചെയ്താൽ അവർ അവരുടെ കപ്പ് നിലനിർത്തും. പിന്നെ ടൂർ ഡി ഫ്രാൻസിനെ കുറിച്ച് എന്നത്തെ പോലെ ന്യൂസ് ഉണ്ട്. അതിന് കുറെ നാൾ കാണും, കുറച്ച് നാൾ കൊണ്ടേ അത് തീരുള്ളൂ ടൂർ ഡി ഫ്രാൻസ്. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇൻഫ്ലേഷൻ. ഞാൻ നിങ്ങളുടെ ഇന്നലെയൊക്കെ പറഞ്ഞാണ് റീറ്റെയിൽ ഇൻഫ്ലേഷനെ കുറിച്ച്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഇന്ത്യയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് CPI എന്ന് പറയുന്ന ഇൻഡെക്സ് ഉപയോഗിച്ചാണ്. ഇത് NSO ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അപ്പൊ റീറ്റെയിൽ ഇൻഫ്ലേഷൻ CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ഉപയോഗിക്കുന്നത് എന്താണ്? CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അത് ശകലം കൂടിയിട്ടുണ്ട്, 5% മുകളിലായിട്ടുണ്ട് ഇപ്പം. പക്ഷെ അപ്പോഴും വിത്തിൻ ദ ലിമിറ്റ് ആണ്. കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും തമ്മിലുള്ള MOU അനുസരിച്ച് 4 ± or -2 ആയാൽ മതി ഇൻഫ്ലേഷൻ. അപ്പം 6% വരെ ആവാം. ഇപ്പൊ 5% ആയിട്ടുള്ളൂ. പക്ഷെ പ്രോബ്ലം ഫുഡ് ഇൻഫ്ലേഷൻ കൂടുതലാണ്. അത് നമ്മളുടെ കോമൺ മാന്റെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഫോർ ഫുഡ് കൂട്ടുന്നുണ്ട്. അത് പോവർട്ടിക്ക് കാരണമാവാം. അതുണ്ട്, അത് ശ്രദ്ധിച്ചേ പറ്റൂ. അതിനെക്കുറിച്ചൊക്കെ ഉള്ള ന്യൂസാണ് അവിടെ കിടക്കുന്നത്. പിന്നെ ഏകലവ്യ സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. ഏകലവ്യ സ്കൂൾ അതെന്താണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. ഏകലവ്യ സ്കൂൾ എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നവോദയ സ്കൂള്, അതുപോലെ KV എന്നൊക്കെ പറഞ്ഞ പോലെ പുതുതായിട്ട് കൊണ്ടുവന്നേക്കുന്ന ഏകലവ്യ സ്കൂൾ. അത് ആർക്ക് വേണ്ടിയുള്ളതാണെന്ന് പറയുമ്പോൾ ട്രൈബൽസിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിൽ കുറവുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി ഏതായിരിക്കും എന്ന് വെച്ചാൽ ഉറപ്പായിട്ട് ട്രൈബൽസ് ആയിരിക്കും. അതുകൊണ്ടാണല്ലോ STക്ക് നല്ല റിസർവേഷനൊക്കെ കൊടുക്കുന്നത്. ആ ട്രൈബൽസിന് അവരുടെ സ്ഥലങ്ങളിൽ പോയി പഠിപ്പിക്കാൻ വേണ്ടി അവിടെ എല്ലാ സ്കൂളുകളും ഉണ്ടാക്കി. എന്നിട്ട് അവിടെ സർക്കാർ നല്ല ടീച്ചേഴ്സിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ആണ് ഇതുവഴി. 10,000 ടീച്ചേഴ്സിനാണ് പുതുതായിട്ട് ഏകലവ്യ സ്കൂളുകളിലേക്ക് അപ്പോയിന്റ് ചെയ്തത്. അപ്പോൾ ഏകലവ്യ സ്കൂൾസ് ആർ സ്പെസിഫിക്കലി ഡെഡിക്കേറ്റഡ് ഫോർ the education of tribal students. Okay, ഏകലവ്യ സ്കൂൾസ്. പിന്നെ പ്രചണ്ഡ ഒരു കാര്യം ഇവിടെയും പറയാം, ഫ്രണ്ട് പേജിലാണ് മെയിൻലി പറയുന്നത്. പകരം KP ശർമ്മ ഒലി നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ ആവാൻ പോകുന്നു. പിന്നെ കേജ്രിവാളിന് ജാമ്യം കിട്ടുക, അന്ന് വേണ്ട ന്യൂസ് ഒന്നും, അന്ന് നമുക്ക് ആവശ്യമുള്ള ന്യൂസ് അല്ല. ഇത്രയേ ഉള്ളൂ. നമുക്കിനി ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അർജുൻ രാം മേഘ്വാളിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ അവിടെ കാണാം. ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ് അർജുൻ രാം മേഘ്വാൾ. അപ്പൊ ഇന്നത്തെ ന്യൂസ് പേപ്പർ ഇവിടെ തീരുകയാണ്. ഈ വീക്കിലെ കറണ്ട് അഫയേഴ്സ് ഡിസ്കഷനും ഇവിടെ തീരുകയാണ്. ടുമോറോ ഈസ് സൺഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. വി വിൽ മീറ്റ് അഗൈൻ ഓൺ മൺഡേ
വിത്ത് മൺഡേസ് ന്യൂസ് പേപ്പർ ആൻഡ് സൺഡേസ് ന്യൂസ് പേപ്പർ. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. കൂടുതൽ ആയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ പറയുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മളുടെ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ഫോർ യുവർ കോപ്പറേഷൻ.